നമുക്ക് കാലാവസ്ഥ നോക്കിയാലോ, സ്കൈ വാച്ചിലേക്ക്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഇന്ന് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പും. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലുണ്ട്, എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്, മലപ്പുറത്തും കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡ് ജില്ലയിലും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയോടൊപ്പം തന്നെ നല്ല കാറ്റിനും ഇടിമിന്നലിനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം പ്രത്യേകം നൽകിയിട്ടുണ്ട് കേട്ടോ കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് പക്ഷേ വിലക്കില്ല എന്ന കാര്യം കൂടി കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. അല്പസമയം മുൻപ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ച അറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെയോടുകൂടി ഈ മഴയുടെ ശക്തി കുറയുമെന്നും കാലാവസ്ഥാ വകുപ്പ് ഓർമ്മിപ്പിക്കുന്നു. നാളെ കണ്ണൂരും കാസർഗോഡും മാത്രമേ യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളൂ. മറ്റന്നാൾ പക്ഷേ 14 ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ്. അപ്പം ഇന്ന് മഴയുണ്ട്, നാളത്തോടുകൂടി മഴയുടെ ശക്തി കുറയും. മറ്റന്നാൾ ഒരിടത്തും മഴ മുന്നറിയിപ്പ് ഇല്ല. ഇനിയിപ്പോൾ നോക്കാം എങ്ങനെയെങ്കിലും കാലാവസ്ഥ മാറി വരുമോ. ഇന്നിപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ താപനില കൂടി നമുക്കൊന്ന് പരിശോധിച്ച് വരാം. തിരുവനന്തപുരത്തെ തുടങ്ങാം. തിരുവനന്തപുരത്തെ കൂടിയ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും. കൊച്ചിയിലെ താപനില കൂടിയത് 34 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് 25 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട്ടേക്ക് പോയാൽ 34 ഡിഗ്രി സെൽഷ്യസ് ആണ് കോഴിക്കോട്ടെ ഉയർന്ന താപനില. കുറഞ്ഞത് 26 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. കണ്ണൂരിൽ 33 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും അതേപോലെ തന്നെ 23 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ പൊതുവിലൊരു കാലാവസ്ഥ. മഴയുണ്ടായിരിക്കും, അതേപോലെ തന്നെ ചൂടും അത്യാവശ്യമൊക്കെ നമുക്ക് ഇച്ചിരിയൊക്കെ കൂടി തുടങ്ങിയല്ലേ. ഇടയ്ക്ക് വെച്ച് ആ കാലവർഷമൊക്കെ ശക്തി പ്രാപിച്ചിരുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ചൂടൊക്കെ കുറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും രാവിലെയൊക്കെ ചൂടുണ്ട്, രാവിലെയും രാത്രിയൊക്കെ ചൂട് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ